ഹലോ, കേരള PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ കുടുംബശ്രീയെക്കുറിച്ച് അടുത്തിടെ ഒരു പരീക്ഷയിൽ വന്നൊരു ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുറച്ചൊന്ന് കൺഫ്യൂസിംഗ് ആക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം, പക്ഷേ ഇതെങ്ങനെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. PSC പരീക്ഷയിൽ ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ കാണുന്നത് തന്നെ പലർക്കും ഒരു തലവേദനയാണല്ലേ. 4-5 സ്റ്റേറ്റ്മെന്റ് കാണുമ്പോഴേക്കും ഒരു പേടി വരും. പക്ഷേ സത്യം പറഞ്ഞാൽ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇത് സോൾവ് ചെയ്യാൻ നല്ലൊരു സ്മാർട്ട് വഴിയുണ്ട്. അപ്പം നമുക്ക് നേരെ ആ ചോദ്യത്തിലേക്ക് തന്നെ പോകാം. ഓക്കെ, അപ്പൊ ചോദ്യം ഇതാണ്. കുടുംബശ്രീയെ സംബന്ധിച്ച് 4 സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിരിക്കുന്നത്. നമുക്ക് ഓരോന്നായി നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1, ഏഷ്യയിലെ ഏറ്റവും വലിയ വനിതാ കൂട്ടായ്മയാണ് കുടുംബശ്രീ. സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് കുടുംബശ്രീയുടെ ഉദ്ഘാടനം മലപ്പുറത്ത് വെച്ച് നടത്തിയത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് എന്നാണ്. ഇനി സ്റ്റേറ്റ്മെന്റ് 3, എല്ലാ വർഷവും മെയ് 17 കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ കേരള സർക്കാർ തീരുമാനിച്ചു. 4-മത്തെ സ്റ്റേറ്റ്മെന്റ്, കുടുംബശ്രീ വഴി ഗ്രാമീണ സ്ത്രീകൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുന്ന പദ്ധതിയാണ് മുറ്റത്തെ മുല്ല. അപ്പൊ ഈ 4 സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ കണ്ടു. ഇനി ഇതിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെ തെറ്റ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. റൈറ്റ്, ഇനി നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റും എടുത്ത് കീറി മുറിച്ച് പരിശോധിക്കാം. ഇതിലേതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് നോക്കാം. ഈ ഒരു സ്റ്റെപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്, കാരണം ഇതാണ് നമ്മളെ ശരിയായ ഉത്തരത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പോ 1-ാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ഏഷ്യയിലെ ഏറ്റവും വലിയ വനിതാ കൂട്ടായ്മയാണ് കുടുംബശ്രീ. ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലേ, ഒരു ബേസിക് ഫാക്റ്റാണ്. സോ സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്, അതിലൊരു സംശയവുമില്ല. ഇനി 2-മത്തെ സ്റ്റേറ്റ്മെന്റ്, ഇത് നിങ്ങളെ വളരെ ശ്രദ്ധിക്കണം. ഇവിടെയാണ് PSCയുടെ ട്രാപ്പ് ഇരിക്കുന്നത്. കുടുംബശ്രീയുടെ ഉദ്ഘാടനം മലപ്പുറത്ത് വെച്ച് നടത്തിയത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. സ്ഥലം കറക്റ്റാണ്, മലപ്പുറം തന്നെ. പക്ഷെ ഉദ്ഘാടനം ചെയ്തത് മൻമോഹൻ സിംഗ് അല്ല. 1998 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 2 അത് 100% തെറ്റാണ്. ഈ ഒരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി, നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കേ, എന്നാലും നമുക്ക് ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റുകൾ കൂടി ഒന്ന് നോക്കാം. സ്റ്റേറ്റ്മെന്റ് 3, മെയ് 17 കുടുംബശ്രീ ദിനമായി ആചരിക്കുന്നു. അത് ശരിയാണ്. ഉദ്ഘാടനം ചെയ്തത് മെയ് 17-നാണ്. അതുകൊണ്ട് ആ ദിവസം കുടുംബശ്രീ ദിനമാണ്. ഇനി 4-മത്തെ സ്റ്റേറ്റ്മെന്റ്, മുറ്റത്തെ മുല്ല കുറഞ്ഞ പലിശ വായ്പാ പദ്ധതിയാണ് എന്നുള്ളത്. അതും കറക്റ്റാണ്. കുടുംബശ്രീയുടെ വളരെ പോപ്പുലറായൊരു പദ്ധതിയാണത്. അപ്പോൾ 3ഉം 4ഉം ശരിയാണ്. സോ ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ക്ലൂ എന്താണ്? സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണെന്ന് നമുക്ക് ഉറപ്പായി. ഇനിയിപ്പോ നിങ്ങൾക്ക് ബാക്കി സ്റ്റേറ്റ്മെന്റുകളെക്കുറിച്ച് വല്ല സംശയവുമുണ്ടെങ്കിൽ പോലും ഒരു ടെൻഷനും വേണ്ട. ഈ ഒരൊറ്റ പോയിന്റ്, അതായത് സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ് എന്നുള്ള ആ ഒരു പോയിന്റ് വെച്ച് നമുക്ക് ഈസിയായിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇതാണ് എലിമിനേഷൻ ഗെയിം. നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്ന്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമുക്ക് തന്നിരുന്ന 4 ഓപ്ഷനിൽ. ഓക്കെ, നമ്മൾ എന്താ നേരത്തെ ഉറപ്പിച്ചത്? സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണെന്ന്, അല്ലേ? അപ്പോ സ്റ്റേറ്റ്മെന്റ് 2 ശരിയാണെന്ന് പറയുന്ന എല്ലാ ഓപ്ഷനുകളും നമുക്ക് വെട്ടിക്കളയാം. 1-മത്തെ ഓപ്ഷൻ നോക്കൂ. ഓപ്ഷൻ എ എല്ലാം ശരിയാണ്. അതിലെ 2-മത്തെ സ്റ്റേറ്റ്മെന്റും ഉൾപ്പെടുമല്ലോ, അപ്പൊ അത് തെറ്റാണ്. ഇനി ഓപ്ഷൻ സി നോക്കൂ. 2, 3, 4 ശരിയാണ്. അതിലും സ്റ്റേറ്റ്മെന്റ് 2 ഉണ്ട്, അപ്പൊ അതും നമുക്ക് ഒഴിവാക്കാം. കണ്ടോ, 2 ഓപ്ഷൻസ് ഒറ്റയടിക്ക് പോയി. ഇപ്പോ നമ്മുടെ മുന്നിലാകെ 2 ഓപ്ഷനുകളെ ബാക്കിയുള്ളൂ, ബിയും ഡിയും. ഇനി 1-മത്തെ സ്റ്റേറ്റ്മെന്റ് ഓർക്കുന്നുണ്ടോ? അത് ശരിയാണെന്ന് നമ്മൾ ആദ്യമേ ഉറപ്പിച്ചതാണ്. അപ്പോ സ്റ്റേറ്റ്മെന്റ് 1 ശരിയായി വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി. അത്രയുള്ളൂ. ഓപ്ഷൻ ബിയിൽ സ്റ്റേറ്റ്മെന്റ് 1 ഇല്ല. സോ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. കണ്ടില്ലേ, എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ഉത്തരത്തിലെത്തിയത്? അപ്പോ ഇതാണ് ഞാൻ പറഞ്ഞ സ്മാർട്ട് രീതി. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ നമുക്ക് എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ശരിയാണോന്ന് അറിയില്ലായിരിക്കും. പക്ഷേ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ഓപ്ഷനുകൾ ഒഴിവാക്കി ശരിയായ ഉത്തരത്തിലേക്ക് സ്മാർട്ടായി എത്താൻ പറ്റും. നമുക്ക് ഈ ചോദ്യത്തിൽ നിന്ന് പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടി പെട്ടെന്ന് നോക്കാം. 1-മത്തെ പോയിന്റ്, കുടുംബശ്രീ ഏഷ്യയിലെ ഏറ്റവും വലിയ വനിതാ കൂട്ടായ്മയാണ്. 2-മത്തെ പോയിന്റ്, അതിന്റെ ഉദ്ഘാടനം 1998 മെയ് 17-ന് മലപ്പുറത്ത് വെച്ച് പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയാണ് നിർവഹിച്ചത്. 3-മതായി, അതുകൊണ്ട് തന്നെ മെയ് 17 കുടുംബശ്രീ ദിനമായി ആചരിക്കുന്നത്. 4-മത്തെ കാര്യം, മുറ്റത്തെ മുല്ല എന്നുള്ളത് കുടുംബശ്രീയുടെ ഒരു കുറഞ്ഞ പലിശ വായ്പാ പദ്ധതിയാണ്. ഈ 4 കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ വച്ചേക്കുക. അപ്പോ ഇതുപോലെ ചോദ്യങ്ങളെ സ്മാർട്ടായി നേരിട്ട് കേരള PSC പരീക്ഷയിൽ ഒരു ജോലി ഉറപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. കണ്ടതിന് ഒരുപാട് നന്ദി.